പറഞ്ഞത് ഖുർആൻ പഠിപ്പിച്ചത് അതുകൊണ്ടാണ്. എന്തുകൊണ്ട്? അവൻ ഇഷ്ടപ്പെട്ട, അവൻ താലോലിച്ച് മനസ്സിൽ കൊണ്ടു നടന്ന് വിവാഹത്തിന്റെ ദിവസം വരെ കാത്തുനിന്ന് പുതിയാപ്പിളയായി ഇരുന്ന് ബാപ്പതയെ പ്രിയപ്പെട്ട ഭാര്യയുടെ അല്ലെങ്കിൽ ഭാര്യയാകാൻ പോകുന്ന പെണ്ണിന്റെ ബാപ്പയുടെയോ വലിയന്റെയോ കൈപിടിച്ച് ഖബിൽതു നികാഹഹാ, ഞാൻ ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തു എന്ന് പറഞ്ഞെങ്കിലും കുറഞ്ഞ ദിവസം ആ ഉത്തരവാദിത്തത്തെ കുറിച്ച് നല്ല ബോധം ഉണ്ടായിരുന്നു. ആദ്യത്തെ വർഷം ഭയങ്കര ബോധം, ചില ആളുകൾക്ക് അന്നത്തെ ദിവസം തന്നെ പിന്നെ ബോധമല്ല. അങ്ങനെയുള്ള ആളുകൾ നമ്മളെ പുളിക്കല ഭാഗത്തില്ലാത്തെന്ന് വിശ്വസിച്ചിട്ട് ഞാൻ അതിലേക്ക് ഇപ്പൊ കടക്കുന്നില്ല, അല്ലെ? അന്നത്തെ ദിവസം തന്നെ അതിനെക്കുറിച്ച് യാതൊരു ബോധമില്ല. അതുകൊണ്ടല്ലേ സ്റ്റേജിൽ കയറിയിട്ട് ഡാൻസ് ചെയ്യുന്നതിന്, ഭാര്യനെയും കൂട്ടിയിട്ട് ഡാൻസ് ചെയ്ത് പ്രദർശനം നടത്തുന്നതിന് മടിയില്ലാത്ത മുസ്ലിം നാമധാരികൾ ജീവിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതൊക്കെ വലിയ തെറ്റാണോ? അല്ലെ? ഇന്നത്തെ കാലത്ത് അതൊക്കെ വലിയ തെറ്റാണോ? ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വാക്കുണ്ട്, ഇയ്യാക ആയിഷ, സൂക്ഷിച്ചോളണം. എന്തിനാ സൂക്ഷിച്ചോളണം? അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് താക്കീത് നൽകിയതെന്നറിയോ? തെറ്റുകളെ ചെറുതായി കാണുന്ന സ്വഭാവത്തിൽ നിന്ന് സൂക്ഷിച്ചോളണം. അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ താക്കീത് ചെയ്ത വിഷയമാണ്. എന്റെ ശബ്ദം കേൾക്കുന്ന വിശ്വാസികളെ, നമ്മൾ മറന്നു പോകരുത്. എന്താണ് വിവാഹം? എന്താണ് വിവാഹം എന്ന് പറയുന്നത്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്താണ് വിവാഹം, അല്ലേ? അല്ലേ? നമ്മളെ പുളിക്കലത്തും സുന്നത്തല്ലേ? ആണ്. ആ സുന്നത്ത് കിട്ടാനാണ് നമ്മളെ മുസ്ലിം ചെറുപ്പക്കാര് വിവാഹം കഴിക്കുന്നത്, അല്ലേ? സുഖമെടുക്കാനാണോ? ആണോ? അല്ല. അങ്ങനെയാണെങ്കിൽ അതേ മാറി മാറി ചിന്തിക്കുന്ന പല പാശ്ചാത്യ ചിന്തക്കാരുടെയും സ്വഭാവം നമ്മൾ കണ്ടിട്ടില്ലേ, അല്ലേ? 3 മക്കളുണ്ട്. വിവാഹം എപ്പോഴായിരുന്നു കഴിഞ്ഞത് എന്ന് വെച്ചാൽ വിവാഹം കഴിഞ്ഞിട്ടില്ല, വിവാഹം തീരുമാനിച്ചിട്ടില്ല. ഓളെയാണോ കെട്ടേണ്ടത് എന്ന് തീരുമാനിച്ചിട്ടില്ല. അവളോട് ചോദിച്ചാലോ, ഞാൻ അവനെ പുതിയാപ്പിളയാക്കി ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. 3 മക്കളോ, അത് പിന്നെ അങ്ങനെ സംഭവിച്ചതാണ്, അല്ലെ? അങ്ങനെയുള്ള ഇംഗ്ലീഷുകാരെ കണ്ടിട്ടില്ലേ നിങ്ങള്? വിവാഹത്തിന്റെ പ്രായത്താത്തത് കൊണ്ടാണോ? അല്ല. മക്കളെ കുറിച്ച് ബോധമില്ലാത്തോണ്ടാണോ? അല്ല. മക്കളായിട്ടുണ്ട്. വിവാഹം കഴിഞ്ഞോ? വിവാഹം കഴിഞ്ഞിട്ടില്ല. വിവാഹം എപ്പോഴാ? അത് തീരുമാനിച്ചിട്ടില്ല. ഇനിയും കുറച്ചുകൂടിയൊക്കെ മക്കളായിട്ട് ആലോചിക്കാന്നുള്ളിടത്തിലാണ് അവരുള്ളത്. അങ്ങനെയും ലോകത്ത് വിവാഹങ്ങളുണ്ട്, ഇല്ലേ? അങ്ങനെയും വിവാഹങ്ങളില്ലേ ലോകത്ത്? ഇതുപോലെയാണോ മുസ്ലിമിന്റെ വിവാഹം എന്ന് പറയുന്നത്? മുസ്ലിമിന്റെ വിവാഹങ്ങൾക്ക് നിബന്ധനകളുണ്ട്, ഇല്ലേ? മുസ്ലിമിന്റെ വിവാഹങ്ങൾക്ക് നിബന്ധന ഉണ്ട്. ആ നിബന്ധന എങ്ങനെയാണ് ഒത്തുവരേണ്ടത്? ഏതെങ്കിലും ഹൈന്ദവ സുഹൃത്തുക്കളുടെ ആശയങ്ങളാണോ നമ്മളെ നിക്കാഹുകളിൽ ഉണ്ടാകേണ്ടത്? അല്ലെങ്കിൽ ഏതെങ്കിലും ക്രിസ്ത്യാനികളുടെ ആചാരമാണോ നമ്മളെ നിക്കാഹുകളിൽ ഉണ്ടാകേണ്ടത്? ആ ആചാരങ്ങളെയാണോ ചെറുപ്പക്കാരെ നമ്മൾ പിന്തുടരേണ്ടത്? അവരുടെ മാർഗങ്ങളെയാണോ നമ്മൾ പിന്തുടർന്നിട്ട് നിക്കാഹായി കാണേണ്ടത്? അല്ല എന്ന് നമ്മൾ ഉറച്ചു പറയുന്നു. പിന്നെ ആരുടെ വഴിയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്? അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തിനെയാണ് മുറുകെ പിടിക്കേണ്ടത് എന്ന് നമ്മൾ പറയുന്നു. പക്ഷേ കാണാൻ പോകുന്ന ദിവസം ആ പെണ്ണിന്റെ കയ്യിൽ പുതിയാപ്പിള ഞാൻ കെട്ടുമെന്ന പേരിൽ മോതിരം ധരിപ്പിച്ചു കൊടുക്കുന്ന സ്വഭാവം നിങ്ങളെ പുളിക്കൽ ഭാഗത്തും മലപ്പുറം ജില്ലയിലൊന്നും ഇല്ലാന്ന് ഞാൻ വിചാരിക്കുന്നു, അല്ലേ? അന്യ പെണ്ണിന്റെ കഴുത്തിലേക്ക് മാലിട്ട് കൊടുക്കേണ്. വിവാഹം കഴിഞ്ഞോ? എന്താണ് ഇസ്ലാമിൽ വിവാഹം എന്ന് പറഞ്ഞാൽ? നിക്കാഹാണ്. നിക്കാഹ് കഴിയാത്ത പെണ്ണിന്റെ കഴുത്തിൽ കൊണ്ടുപോയി മാല ചാർത്തി കൊടുക്കുകയാണ്. യാതൊരുമില്ല, ഇപ്പൊ അവിടെയും നിൽക്കുന്നില്ല എന്നാ പറയുന്നത്. അന്യ പെണ്ണായി വിവാഹം കഴിയാത്ത പെണ്ണിന്റെ വായിലേക്ക് ചോക്ലേറ്റ് വെച്ചു കൊടുത്തിട്ട് ഇവനും അവളും രണ്ടാളും കടിപിടി കൂടുന്ന വിധത്തിലേക്ക്. ഓ മുസ്ലിം ചെറുപ്പക്കാരാ, വിവാഹത്തിന്റെ ജീവിതത്തെ ഏത് മതക്കാരന്റെ വിവാഹചര്യയിലേക്കാണ് നീ അതപ്പതിപ്പിക്കുന്നത്? കൂട്ടുകാരാ, നിന്റെ കുടുംബ ജീവിതത്തിൽ ബറക്കത്ത് ചെയ്യേണ്ടതാരാ? നിന്റെ കൂട്ടുകാരാണോ? നാട്ടുകാരാണോ? ഇത്തരം ആചാരങ്ങൾ പഠിപ്പിച്ച പുതിയ തലമുറയിൽ ഏതെങ്കിലും വിവരം കെട്ട കാക്കമാരാണോ? ആലോചനയില്ലാത്ത ഏതെങ്കിലും അതേ ആളുകളാണോ? വിവാഹം എന്ന് പറയുന്നത് ഇംഗ്ലീഷുകാരനെ വഴിപ്പെട്ടിട്ടാണോ നീ നടത്തേണ്ടത്? ഇംഗ്ലീഷുകാരനെ പിന്തുടർന്നിട്ടാണോ നിന്റെ വിവാഹം നടക്കേണ്ടത്? ആ വിവാഹത്തിൽ മുസ്ലിമായ നിനക്ക് ബറക്കത്തുണ്ടാകുമെന്ന് വിശ്വസിക്കാൻ ഓ ഉപ്പാ നിനക്ക് ഇങ്ങനെ സാധിക്കുന്നു? സ്വന്തം മകളെ
ഇന്നുവരെ ആ ബാപ്പ അങ്ങനെ കണ്ടിട്ടില്ല. ആ നിലക്ക് വലിയ പൈസ ചെലവഴിച്ച് മുഖത്തും ശരീരത്തിലൊക്കെ പുട്ടിയിട്ട് പെയിന്റ് അടിച്ച് ഇല്ലാത്ത ഭംഗി പ്രദർശിപ്പിച്ചിട്ട് ആ പെണ്ണിന്റെ ചിത്രം അതാ പിടിച്ചെടുത്തിട്ട് സ്വന്തം ബാപ്പ അതാ വാട്സപ്പിൽ സ്റ്റാറ്റസ് വെക്കാണ്. ഇൻസ്റ്റഗ്രാം അറിയാത്തതുകൊണ്ടാണ്, അറിയാമെങ്കിൽ അവിടെയും കൂടി വെക്കാമായിരുന്നു എന്ന് ചിന്തിക്കാണ്. അസ്തഗ്ഫിറുല്ലാ എന്നിട്ട് സ്റ്റാറ്റസിന്റെ അടിയിൽ എഴുതി വെക്കാണ് ബാറക്കല്ലാഹു ലക്കുമാ വ ബാറക അലൈക്കുമാ. ബാറക്കല്ലാ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് എന്നറിയോ? അല്ലാ നീ ബറക്കത്ത് ചെയ്യണേന്ന്. അല്ല പൊരുത്തപ്പെടാത്ത ചിത്രം പെടുത്തിട്ട്, അല്ല പൊരുത്തപ്പെടാത്ത സ്റ്റാറ്റസ് വെച്ചിട്ട് അല്ലാ ഞാനിക്കോ നിവാസമൊക്കെ കളിക്കും, നീ ബറക്കത്ത് ചെയ്യണോന്ന് ധിക്കാരികളെ കൂട്ടത്തിൽ മുസ്ലിമേ നമ്മൾ പെട്ടുപോയാൽ നമ്മളെ കുടുംബ ജീവിതത്തിൽ നമ്മളെ മക്കളുടെ ഭാവിയിൽ സന്തുഷ്ടമായൊരു ജീവിതം സമ്പാദിക്കാൻ നമുക്ക് സാധിക്കുമെന്നെങ്ങനെ പറയാന്? അസ്തഗ്ഫിറുല്ലാഹൽ അലീം. വല്ലാത്തൊരു കാലഘട്ടത്തിൽ